ാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട MM അക്ബർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ദഅവത്ത് നടത്തുന്ന MM അക്ബർ സാഹിബിനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടി പേരോട് മുസ്ലിയാർ ഇവിടെ തന്ത്രപൂർവ്വം ശ്രമിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹം പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ. സാധാരണ അറബി പയ്യൻ എന്നാണ് നബിയെ കുറിച്ച് MM അക്ബർ പ്രസംഗിക്കുന്നത്. കേട്ടോളൂ, നേരിൽ കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. 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 ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ? വാസ്തവത്തിൽ പയ്യൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ എന്നേ അർത്ഥമുള്ളൂ. ഏതൊരു സാഹചര്യത്തിലാണ് MM അക്ബർ ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ നിന്ദിക്കാൻ വേണ്ടിയാണ് എന്നല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തുടക്കത്തിന് എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ക്രിസ്ത്യാനികളെ മുമ്പിൽ ഇരുത്തിയിട്ട് പോലും റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ സ്വലാത്ത് ചൊല്ലോ നിന്ദിക്കാൻ ഉദ്ദേശിച്ചവരാണ്. എന്തിനാണ് പേരോടെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്നാ സുഹൃത്തുക്കളെ, പേരോടിന്റെ ഉസ്താദ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പൊന്നാര മകൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരി അയാൾ നബിയെ നീ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കണം. എന്ന് മാത്രല്ല, ഇപ്പൊ ചോദിച്ചല്ലോ പേരോട് MM അക്ബറിനോട് ആരെയാണ് വിളിച്ചത്, ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ്. ആ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ആരോടാ? അബ്ദുൽ ഹക്കീമിനോടാണ്. പേരോട് ചോദിക്കുന്നത് MM അക്ബറിനോടാണെങ്കിലും വാസ്തവത്തിൽ ചോദിക്കേണ്ടത് കാന്തപുരത്തിന്റെ പൊന്നാരമോൻ അബ്ദുൽ ഹക്കീമിനോടാണ്. നിങ്ങളൊന്ന് കേട്ടോളൂ ആ രണ്ട് രംഗവും. ജിന്ദാ ഹെ വല്ലാഹ് തു ജിന്ദാ ഹെ വല്ലാഹ് മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. പുത്തൻവാദികൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണെന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് ശരിയല്ലേ? മേരെ ചശ്മെ ആലം സേ ചുപ് ജാനെ വാലേ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത്? ഈ വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ച മുസ്ലിമായി മരിക്കാമോ? ഈമാനോടെ മരിക്കാമോ? നെഞ്ഞത്ത് കൈവച്ചൊന്ന് ചിന്തിക്കൂ. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ കുരുത്തം കെട്ടാൽ അതിനൊരു പരിധിയില്ലേ? അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട, കാഫിറായി ചത്തുപോകണ്ട. ആരോടാ പറയുന്നത്? MM അക്ബറിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പൊ ചെന്നുകൊണ്ടത് പൊന്നാര ഉസ്താദിന്റെ പൊന്നാര മോൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്കാണ്. റസൂലുള്ളാഹിനെ നീ നീ എന്ന് മലയാളത്തിൽ അർത്ഥം പറഞ്ഞ ആളുകൾ കോപിക്കും. അപ്പൊ കരുതിക്കൂട്ടി തന്നെ പറയാണ്, അബദ്ധം പറ്റിയതല്ല. ഇത് കേട്ടോളൂ നിങ്ങള്. ഇതാ ഇവരുടെ തന്നെ പൂങ്കാവനത്തിൽ എഴുതുന്നു, അഹമ്മദ് കുട്ടി ശിവപുരം എഴുതുന്നത് കേട്ടോളൂ. അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞത്, അഹമ്മദ് എന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാലപുരുഷനായിരുന്നു അവൻ. അവന് വേണ്ടി ലോകം സൃഷ്ടിക്കപ്പെടുന്നു. അവന്റെ വെളിപ്പെടലിന് വേണ്ടി അവന്റെ പിതാവായ ആദം സൃഷ്ടിക്കപ്പെടുന്നു. ഭൂമിയിലേക്ക് ആദം അവനെയും വഹിച്ചുകൊണ്ട് വരുന്നു. അവന്റെ നിയോഗ രഹസ്യം ആദമിന്റെ ചരിത്രം പൂർത്തീകരിക്കുക എന്നതാണ്. കണ്ടോ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ 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 എന്ന് പൂങ്കാവനം മാസികയില് ഇതാ 1995 ആഗസ്റ്റ് ലക്കത്തിൽ എഴുതിയിരിക്കുകയാണ്. അതേസമയം നബിയെ ചീത്ത പറഞ്ഞ തസ്ലീമ നസ്രീനെ കുറിച്ച് സിറാജ് പത്രത്തിൽ എന്താ എഴുതിയത്? ഇതാ ഈ അടുത്ത കാലഘട്ടത്ത് വന്നതാണ്. സിറാജ് 2007 ഡിസംബർ 1 ശനി തസ്ലീമ നസ്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ.
പീപ്പിൾസ് ബുക്ക് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുതിയ പതിപ്പിന്റെ കോപ്പികൾ കൊണ്ടുവരാൻ പ്രസാധകരോട് തസ്ലീമ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുസ്തകം വിതരണം ചെയ്യരുതെന്നും തിരുത്തലുകൾക്ക് ശേഷം വിപണനം തുടരാമെന്നും അവർ നിർദ്ദേശിച്ചു. റളിയല്ലാഹു അൻഹയും കൂടി പറഞ്ഞാളി. റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ തസ്ലീമയെ കുറിച്ച് അവർ, മുഹമ്മദ് നബിയെ കുറിച്ച് അവൻ, നീ, നിങ്ങളാണോ ഞങ്ങളെ കുറ്റം പറയുന്നത്? ആരാണോ കാഫിറായി ചത്തുപോകുന്നത്? ആരാണോ കാഫിറായി ചത്തുപോകേണ്ടത്? ആർക്കാണ് ഈമാനില്ലാത്തത് എന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഇത് എം അക്ബറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. അക്ബർ സാഹിബിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. എവിടെയാ ഇത് പറഞ്ഞത്? ക്രിസ്ത്യൻ മിഷണറിമാരുമായുള്ള ഒരു നേർക്കുനേരെയുള്ള ഒരു ഡിബേറ്റിൽ, ഒരു സംവാദത്തിലാ പറഞ്ഞത്. അദ്ദേഹം പറയാൻ കാരണം എന്താ അറിയോ? മുഹമ്മദ് നബി ഒരു മന്ത്രവാദിയായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചു. അപ്പോഴാണ് അദ്ദേഹം അതിന് വിശദീകരണം പറയുന്നത്. അതൊന്ന് കേട്ടോളൂ. പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മതി. അപ്പോ വാസ്തവത്തിൽ എന്താ അറിയോ? മന്ത്രവാദി എന്ന് പറഞ്ഞൊരു ദിവ്യനാണ്. അവിടെ പ്രത്യേക ഹാവഭാവങ്ങളോടെ നടത്തുന്ന ചില ആളുകളൊക്കെ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദിവ്യനാണ്. അത്തരത്തിലൊരു ദിവ്യനായിരുന്നു എന്ന് അദ്ദേഹം ഒരു ദിവ്യനായി അറിയപ്പെട്ടിട്ടേ ഇല്ല. അറബികൾക്കിടയിൽ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുകയാണ് വാസ്തവത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രവാദം നിലനിന്നിരുന്ന നാട്ടിൽ മന്ത്രവാദിയായി അറിയപ്പെട്ടിട്ടില്ല, സാധാരണ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്നാണ്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതേ പ്രഭാഷണത്തിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖുർആനിലുണ്ട് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ വാദിച്ചപ്പോ അതിനാദർശപരമായി എതിർത്ത് തോൽപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരെ മുട്ടുകുത്തിച്ച സംവാദമാണ്. അതിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഈ മുസ്ലിയാരെ ഈ ഭാഗം അടർത്തിയെടുത്തിട്ടുള്ളത്. ആ സംവാദത്തിന്റെ CD നിങ്ങൾക്ക് കാണണമോ? കടവത്തൂരിൽ ഞങ്ങളുടെ മുജാഹിദ് സെന്റർ, കൈരളി ടെക്സ്റ്റൈൽസിന് മുകളിലുള്ള മുജാഹിദ് സെന്റർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഇതിന്റെ സമ്പൂർണ്ണ CD നിങ്ങൾക്ക് തരാം. ക്രിസ്ത്യൻ മിഷണറിമാരുമായി നേർക്കുനേരെ നടത്തിയ ഡിബേറ്റ് ഒരു മധ്യസ്ഥന്റെ നേതൃത്വത്തിൽ. പക്ഷേ ക്ഷീരമുള്ളോരകീടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അകട്ടിൽ പാലുണ്ട്, പക്ഷെ കൊതുകിന് എന്താ വേണ്ടത്? ചോരയാണ്. സുഹൃത്തുക്കളെ, ആ സംവാദം കണ്ടാൽ നമ്മൾ തന്നെയും രോമാഞ്ചമണിഞ്ഞു പോകും. അങ്ങനത്തതാണ് സുഹൃത്തുക്കളെ അത്. നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അക്ബർ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആ നരകത്തിൽ, റസൂൽ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ ആരോപണത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്ന്. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത്? ആയത്തിലൊന്നും സാറിന് വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത്? ആയത്തിലൊന്നും സാറിന് വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. ഇനിയിപ്പോ വേണ്ട, വേണോ? ഇനിയിപ്പോ വേണ്ട. വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രിപ്പറേഷൻ അത് പിന്നീടൊരു അവസരത്തിലാകട്ടെ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാനായ തോട്ടരാജ് സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാ അല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ,
ജോബ് അല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം ഖുറാനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, അങ്ങനെ യാതൊരു പ്രശ്നമല്ല. നെറ്റിന്റെ പ്രവർത്തകർ